Day 2 of workout series. ഇന്ന് നമ്മൾ ലോവർ ബോഡി ഫോക്കസ് ആണ് ചെയ്യുന്നത്. ഇത് വെരി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കൗട്ട് സീരീസ് ആണ്. ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനകത്തോട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെരി ബിഗിനർ ഫ്രണ്ട്ലി വർക്കൗട്ട് സീരീസ് ആണ്. അതിൽ Day 2 ആണിന്ന്. നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഓവറോൾ ജസ്റ്റ് എല്ലാ മസിൽ ഗ്രൂപ്പിനെയും ഒന്ന് വേക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് നമ്മൾ ലാസ്റ്റ് ഡേ ഇന്നലെ ചെയ്തായിരുന്നു. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് വർക്കൗട്ടാണ്. അതിൽ നമ്മൾ ലോവർ ബോഡി ഗ്ലൂട്ട്സും ലെഗ്സും ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു Day 2 ഓഫ് അവർ ഹോം വർക്കൗട്ട് സീരീസ് ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ചെയർ സ്ക്വാട്ട്സ് ആണ്. ബാക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് പിടിക്കുക. എൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത് ഷോൾഡർ വിഡ്ത്തിലാണ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഡിസ്കിൽ വെക്കുക, ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. കൈ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അങ്ങനെ പിടിക്കുക. 1 2 3 4 5. ഓരോ വർക്കൗട്ടും 12 റെപ്പ് 3 സെറ്റ്സ് വെച്ച് ചെയ്യുക. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും റെപ്പ് ചെയ്യുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും മാക്സിമം കൗണ്ട് കൂട്ടാൻ ശ്രമിക്കുക. ചെയ്യുന്ന പോലെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് ടൈം എടുത്ത് ചെയ്യുക. കാരണം നമ്മൾ ഒരു ബിഗിനറാണ്. കുറേ റഷ് ചെയ്ത് ഒരു 10-20 എണ്ണം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ പ്രോപ്പറായിട്ട് പോസ്ചർ കറക്റ്റ് ചെയ്ത് ടൈം എടുത്ത് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്പേഴ്സ് ചെയ്യാം. ഈ ചെയർ ഇല്ലാണ്ട് നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. എന്ന് പറഞ്ഞത് ലഞ്ചസ് ആണ്. ലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹിപ്പിൽ കൈ പിടിക്കുക, ഒരു കാല് മുമ്പിലും ഒരു കാല് ബാക്കിലും വെക്കുക. ഈ ഒരു ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഈ കാല് പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കോട്ടിരിക്കുക, അതായത് ഇങ്ങനെ ഇരിക്കാണ്ട് മുമ്പോട്ടിരിക്കാണ്ട് ഈ ഒരു ആംഗിൾ കണ്ട ഈ ഒരു നീ മുമ്പോട്ട് പോകാണ്ട് മാക്സിമം ബാക്കോട്ടിരിക്കുക. ഇതൊരു 90 ഡിഗ്രിയിൽ വരുന്ന വിധത്തിൽ ബാക്കിലേക്ക് ബാക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. 1 2 3 4. നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു ചെയറോ അല്ലെങ്കിൽ ഒരു വോളിലോ ചെറിയൊരു രീതിയിൽ സപ്പോർട്ട് നിന്നിട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട്, കാരണം നമുക്കൊരു ബാലൻസ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഒരു ബിഗിനർ എന്നുള്ള ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് വോളിൽ സപ്പോർട്ട് കൊടുക്കുക, ഒന്ന് പിടിക്കുക, ജസ്റ്റ് ഒരു സപ്പോർട്ടിന് കൊടുക്കുക. 1 2 3 4. അതുപോലെ തന്നെ അടുത്ത കാല് 1 2 3 4. അടുത്ത വർക്കൗട്ട് ഗ്ലൂട്ട് ബ്രിഡ്ജസ്. നമ്മൾ ഇന്നലെ ഇതും ഇന്നലെ നമ്മൾ ചെയ്തായിരുന്നു. ഫ്ലോറിൽ കിടക്കുക, ഈ കൈ താഴേക്ക് പ്ലേസ് ചെയ്യുക. സ്ലോ ആയിട്ട് മുകളിലോട്ട് നമ്മുടെ ഗ്ലൂട്ട്സ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. അതേസമയം നമ്മുടെ ആപ്സും ഗ്ലൂട്ട്സും നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. 1 ഗ്ലൂട്ട്സ് നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. മുകളിലൊരു ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 2 3 4 5. വോൾ സിറ്റ്. ഒരു മതിലിൽ ഇങ്ങനെ ചാരി നിൽക്കുക. കാല് ഈ ഒരു 90 ഡിഗ്രിയിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ ഇരിക്കുക. അതായത് നമ്മളൊരു ചെയറിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിച്ചങ്ങ് ഇരിക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്ര നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അതുപോലെ നിൽക്കുക. കാലിനൊക്കെ നല്ല പിടുത്തം കിട്ടുന്നുണ്ടാവും. അധികം നേരമൊന്നും നിൽക്കാൻ പറ്റില്ല, കാരണം എനിക്കും പറ്റുന്നില്ല. തുടക്കക്കാർക്കൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. വർക്കൗട്ട് കാഫ് റൈസസ് ആണ്. ഒന്നെങ്കിൽ മതിലൊരു സപ്പോർട്ടിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കൈ ഇവിടെ പിടിക്കുക, മാക്സിമം മുകളിലോട്ട് പൊങ്ങുക, കാഫ് റൈസ് ചെയ്യുക, ഹീല് പൊക്കുക. 2 ബാലൻസ് പോകുന്നുണ്ട് എന്നെങ്കിൽ, ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വോളിൽ സപ്പോർട്ട് ചെയ്യാം. സ്ലോ ആയിട്ട്
ചെയ്യുക. 4 ഹീൽ പെയിൻ ഉള്ളവർക്കൊക്കെ കുറേ നേരം നിൽക്കുന്ന ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹീല് ഭയങ്കര പെയിൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. കാഫ് റൈസസ്. നല്ലൊരു സ്ട്രോങ് ബോഡി വേണമെങ്കിൽ ലോവർ ബോഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലോവർ ബോഡിക്ക് വർക്കൗട്ട് ചെയ്യുമ്പം ഫാറ്റ് ലോസ് കുറച്ചുകൂടി വേഗത്തിൽ നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ബോഡി ലെഗ്സും ഗ്ലൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് മസിൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പം നമ്മൾ കൂടുതൽ ലോവർ ബോഡിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ മോർ കാലോറി ബേൺ ചെയ്യും, തന്നെ ഫാറ്റ് ലോസും സംഭവിക്കും. വെരി ബിഗിനറായ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കൗട്ട്സ് ആണിതെല്ലാം. ഡോണ്ട് സ്കിപ്പ് യുവർ ലെഗ് ഡേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ലെഗ്സ്, നമ്മുടെ ഹോൾ ബോഡി നല്ല സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ലെഗ്സും നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ വർക്കും നല്ല സ്മൂത്തായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് ഗ്ലൂട്ട്സും ലെഗ്സും ആവശ്യമാണ്. എല്ലാവരും ഇത് ചെയ്യണം. ചെറിയ രീതിയിൽ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ്. സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക, മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.